നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻ റിഗാർഡിംഗ് ദ മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ ഭരണഘടനാപരമായിട്ടും അതുപോലെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫസ്റ്റായിട്ട് എന്താണ് ന്യൂനപക്ഷം എന്ന് നോക്കാം. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ ഉള്ളത്. നമുക്ക് ആ രണ്ട് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതലുള്ളതിനെയാണ് ഭൂരിപക്ഷം എന്ന് പറയാം. ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്. ആ കൂടുതലുള്ളതിൽ നിന്നും കുറഞ്ഞ ആളുകളെയാണ് നമുക്ക് ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റുക. ഈ ഒരു ന്യൂനപക്ഷം എന്ന അല്ലെങ്കിൽ മൈനോറിറ്റി എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള മൈനർ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എണ്ണത്തിൽ ചെറുത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ന്യൂനപക്ഷത്തെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 ആളുണ്ടെങ്കിൽ 10 നമ്മളൊരു 6 അല്ലെങ്കിൽ 7 ആളെ എ ഗ്രൂപ്പിലും 3 ആളെ ബി ഗ്രൂപ്പിലും ആക്കി കഴിഞ്ഞാൽ എ ഗ്രൂപ്പിലുള്ള ആൾ അവിടെ ഭൂരിപക്ഷവും ബി ഗ്രൂപ്പിൽ 3 പേരാണ് വരുന്നത്, അവരെ നമുക്ക് എന്താണ് ന്യൂനപക്ഷം എന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് എന്താണ് അതിനെയാണ്, അതായത് എണ്ണത്തിൽ ചെറുതുള്ള ആളുകളെയാണ് നമുക്ക് ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റുക. UN ന്യൂനപക്ഷങ്ങളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും അതിശബ്ദമില്ലാത്തവരും ജനസംഖ്യയിൽ താഴ്ന്നവരുമായിട്ടുള്ള ഏതൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ സമൂഹത്തെ നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാം. അതായത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ ജനസംഖ്യയിൽ താഴ്ന്നവരുമായിട്ടുള്ള ഏതൊരു ന്യൂനപക്ഷം എന്താണ് നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യയിൽ 2 തരത്തിലാണ് ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. ഒന്ന് മതന്യൂനപക്ഷ സമൂഹവും മറ്റേത് ഭാഷാ ന്യൂനപക്ഷ സമൂഹവും. അതായത് റിലീജിയസ് മൈനോറിറ്റീസും ലിംഗ്വിസ്റ്റിക്സ് മൈനോറിറ്റീസും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ന്യൂനപക്ഷം. അതായത് ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാർസി, അങ്ങനെ ഒരുപാട് മതങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഭൂരിപക്ഷമായിട്ട് ഏതാ വരുന്നത്? ഹിന്ദു ആണ്. അപ്പോൾ ഹിന്ദു വിഭാഗം ആളുകൾ ഏകദേശം ഒരു 75% മേലെ വരുന്നുണ്ട്. അപ്പോൾ അവരെന്താണ് ഭൂരിപക്ഷവും, ബാക്കിയുള്ള മതങ്ങൾ ന്യൂനപക്ഷമായിട്ടാണ് വരുന്നത്. അതാണ് ഇന്ത്യയിലെ റിലീജിയസ് മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ കൂടുതൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് സംസാരിക്കുന്നത് എന്താണ്? ഹിന്ദിയാണ്. അപ്പോൾ ബാക്കിയുള്ള എന്താണ് നമുക്ക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന്, ബാക്കിയുള്ള ഭാഷകൾ സംസാരിക്കുന്നവരെന്താണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്നതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിൻ്റെ സെക്ഷൻ 2C പ്രകാരം ഇന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ട് മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യൻ, ബുദ്ധമതക്കാർ, ജൈനർ ഇവരൊക്കെയാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ 19.3% ഇവർ വരുന്നത്. ബാക്കിയുള്ള ശതമാനങ്ങൾ 79 ആളുകൾ എന്താണ്? ഹിന്ദു മതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഹിന്ദു മതത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷവും ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷമായിട്ടാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ വരുന്നത് ആർട്ടിക്കിൾ 14, അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളുകൾ. നമ്മൾ ഓൾറെഡി ആർട്ടിക്കിളുകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആർട്ടിക്കിളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആർട്ടിക്കിൾ 14, 15, 16, 21, 25, 26, 27, 29, 30 എന്നീ ആർട്ടിക്കിളുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മൈനോറിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30ഉമാണ്. അതായത് മൈനോറിറ്റീസിന് പ്രത്യേകമായിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന കൊണ്ടുവന്ന അവകാശങ്ങളാണത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ളൊരു അവകാശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം. പിന്നെ മറ്റൊന്ന് വരുന്നത് ആർട്ടിക്കിൾ റിലീജിയനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ 25, 26 മതസ്വാതന്ത്ര്യം മറ്റൊക്കെ വരുന്നത്. പിന്നെ ബേസിക്കായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യത, 15, 16, 21 അങ്ങനെയൊക്കെ ബാക്കിയുള്ള ആർട്ടിക്കിളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്റ്റേറ്റ് തലത്തിലും അതുപോലെ ദേശീയ തലത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് റിലീജിയസ് മൈനോറിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് ലിംഗ്വിസ്റ്റിക്സ് മൈനോറിറ്റീസ്, ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ. ഈ ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നാകെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഷകൾ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ
നമ്മൾ കോമൺ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. പക്ഷെ അതേസമയം കേരളത്തിലെ ഈ ഒരു ബോർഡർ സ്റ്റേറ്റുകളിൽ കന്നഡ അതുപോലെ തമിഴൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ബോർഡർ ഏരിയയിൽ ഒരുപാട് മലയാളം സംസാരിക്കാത്ത ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്, പക്ഷെ അവർ മലയാളമല്ല സംസാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ സംസാരിക്കുന്ന ആ ഭാഷകളെയാണ് ഭാഷാ ന്യൂനപക്ഷം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അതായത് ഒരു സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനങ്ങളുടെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷ സംസാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഭാഷാ ന്യൂനപക്ഷങ്ങളെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ റിലീജിയസ് മൈനോറിറ്റീസിൽ പെട്ട അതേ സെയിം പ്രൊവിഷൻസൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസൊക്കെ ഇവർക്കും ബാധകമാണ്. അതായത് ഈ പറഞ്ഞ ലിംഗ്വിസ്റ്റിക്സ് മൈനോറിറ്റീസിനും. അതായത് ആർട്ടിക്കിൾ 14, 15, 16, 21, 25, 26, 27, 29, 30. ഇതിലും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ അവസാനത്തെ 2 ആർട്ടിക്കിളുകളാണ്, ആർട്ടിക്കിൾ 29ഉം 30ഉം. കാരണം അതിൻ്റെ ബേസിലാണ് ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് ഈ പറഞ്ഞ 2 പിന്നീട് വരുന്ന മറ്റൊരു വിഭാഗമാണ് സെക്ഷൽ മൈനോറിറ്റീസ്, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇടയിൽ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മുന്നത്തേക്കാൾ ആളുകൾ കുറച്ചുകൂടെ അവെയറാണ്. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ മറ്റൊരു വിഭാഗമാണ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ്, അസെക്ഷൽ തുടങ്ങിയിട്ടുള്ള LGBTQI എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആൺ പെൺ, അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണ് ആണും പെണ്ണുമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ അതല്ലാത്തൊരു വിഭാഗത്തെ ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കുറേയൊക്കെ മുന്നത്തേക്കാൾ ആളുകൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനും മറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വിഭാഗമാണ് LGBTIAQ+ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ട് വരുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റുള്ള ഇതുപോലെ, അതായത് ഇപ്പോൾ മുന്നേ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനും അതുപോലെ റിലീജിയസ് മൈനോറിറ്റീസിനും കൊടുക്കുന്ന പോലെ ബേസിക്കായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന അവകാശങ്ങൾ മാത്രമേ സെക്ഷൽ മൈനോറിറ്റീസിന് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ അവരെ ഒരു ദുർബല വിഭാഗമാണ് അല്ലെങ്കിൽ പരിഗണന ഇല്ലാത്ത ആളുകളാണെന്ന് കരുതിയിട്ട് ഒരു പ്രത്യേക പരിഗണനകളും മറ്റൊന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് നൽകുന്നില്ല. അപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നം തന്നെയാണ്. ആ ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അതിക്രമങ്ങൾ അവർക്കെതിരെ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനലി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റുകളും മറ്റുമൊക്കെ പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും മറ്റുമൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി അല്ലാത്ത ആളുകളെ, ഇപ്പോൾ ഭാഷാപരമായിട്ടും അതുപോലെ മതപരമായിട്ടും മെജോറിറ്റി അല്ലാത്ത ആളുകളെയാണ് നമ്മൾ മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയാം. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പ്രൊവിഷൻസും മറ്റൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. താങ്ക് യു.